ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം നമ്മൾ പെസഹാകാലത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോ സ്വർഗാരോഹണം ചെയ്തതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്വർഗാരോഹണം നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു സംഭവമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങളും വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 1-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്ന അത് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതി തുടങ്ങുന്നത്. അല്ലയോ തിയോഫിലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൂട്ടുകാരന് വേണ്ടി എഴുതുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് ഈ സ്വർഗാരോഹണം തന്നെയാണ്. ഈ സ്വർഗാരോഹണം വായിക്കുമ്പോൾ, ആ സംഭവം വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വസ്തുത, ഈ സംഭവം ഈശോ ചെയ്ത ഉപമകളിൽ ഒന്നായി നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഈശോ ചെയ്ത് കാണിച്ച കാര്യങ്ങൾ, നമ്മൾ പഴയ നിയമത്തില് പ്രവാചകന്മാർ ചെയ്ത് കാണിച്ച പ്രവചനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ. അതുപോലെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ പോലെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഈശോ പോകുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ളൊരു ചോദ്യമാണ്, എവിടാണ് ഈ സ്വർഗം? ഭൗതികമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരിടമല്ല. ഇപ്പൊ സ്പേസ് റിസർച്ച് സയന്റിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ബഹിരാകാശ പേടകങ്ങൾ പോകുന്നു, അവരാരും സ്വർഗം കണ്ടിട്ടില്ല. ഈശോ മുകളിലേക്ക് പോയി, ആകാശത്തേക്ക് പോയെന്ന് പറയുന്നത്, പക്ഷെ സ്വർഗം അവർ കണ്ടിട്ടില്ല. ഇപ്പൊ സ്വർഗം എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടോ, ഒരു ഇടമുണ്ടോ, ഒരു സ്ഥലമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമാണ്. നമ്മൾ പർഗട്ടറി, ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. സത്യത്തിൽ ഈ ശരീരമുള്ളപ്പോൾ മാത്രമാണ് സ്ഥലത്തിന്റെയും കാലത്തിന്റെയും പരിമിതിയിലേക്ക് മനുഷ്യൻ ചുരുങ്ങുന്നത്. ഈ ശരീരമില്ലാത്തിടത്തോളം, അല്ലെങ്കിൽ ഒരു റേഡിയന്റ് ബോഡിയൊക്കെ ഉള്ള ഈശോയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കാലത്തിന്റെ ഒന്നും പരിധി ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം, ആണ് നിത്യത എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഭാഗമാണ് നമ്മൾ. അത് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസ പ്രമാണം അവസാനിപ്പിക്കുന്നത്. നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. നിത്യജീവനിൽ വിശ്വസിക്കുന്ന അത് അവസാനത്തെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിത്യജീവനിലുള്ള വിശ്വാസം. സത്യത്തിൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ ബലം നിത്യജീവനിലുള്ള വിശ്വാസമാണ്. കത്തോലിക്ക വിശ്വാസികൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ മരണത്തിൽ വീണ്ടെടുക്കപ്പെട്ടു എങ്കിലും ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ഉള്ള വിശ്വാസം കൊണ്ടാണ് കത്തോലിക്ക വിശ്വാസികൾ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ക്രിസ്തു വെറും ഒരു രക്തസാക്ഷി മാത്രമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതുകൊണ്ട് ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. മനുഷ്യന്റെ രക്തസാക്ഷിത്വത്തെ അതിജീവിക്കുന്ന ഒരു ബലിയായി തന്റെ മരണത്തെ അടയാളപ്പെടുത്തുന്നത് ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സർവാധിപത്യം, അതായത് മരണത്തിന് മേൽ പോലുമുള്ള ആധിപത്യം പ്രഖ്യാപിക്കുന്ന ഈശോനാഥൻ പിന്നീട് സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് താൻ ദൈവമാണെന്നുള്ള പൂർണ്ണതയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായ അറിവിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നു. ഈ പൂർണ്ണമായ അറിവാണ് ഒരു കത്തോലിക്ക വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. കാരണം നമ്മളും ഒരിക്കലും അവിടെ എത്തിച്ചേരും. നമ്മൾ സുവിശേഷം വായിച്ചു വരുമ്പോൾ POC ബൈബിളില് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് യേശു പിതാവിലേക്കുള്ള വഴി എന്നാണ്. യേശു പിതാവിലേക്കുള്ള വഴി. അവിടെ ഈ നിത്യജീവനെ കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ട്. യേശു പറയുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം മുറി ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാം. പ്രിപ്പയറിങ്, ഒരു ഇടം ഈശോ ഒരുക്കാൻ പോകുന്നു, അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനൊരു, നമ്മൾ എന്താണ് ആ ഇടം? നിത്യതയെ കുറിച്ച് ഈശോ പറയുന്നത് പിതാവിനോടൊപ്പമായിരിക്കുന്ന ഒരിടം. നമുക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിനക്കൊരിടം ഞാൻ പോയി ഒരുക്കിയിട്ട് വരാം. ഇതാണ് ഈശോ പറയുന്നത്. യഥാർത്ഥത്തില് ഈശോ തന്റെ ബലിയാണ് ഈ പോകുന്നു എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്. ഈ പോയി ഞാൻ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിനക്കൊരിടം ഒരുക്കിയിട്ട് വരാം എന്നാണ് പറയുന്നത്. എന്താണ് സ്വർഗം എന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്വർഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന കഥകളും ഇമേജസും ഒക്കെ, അതിന്റെ രൂപകങ്ങളും ഒക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒത്ത രീതിയിൽ മാത്രമുള്ള പാഠങ്ങളായിട്ടൊക്കെ ഒതുങ്ങി പോകാറുണ്ട്. കാരണം ഒരിക്കൽ മരണാനന്തരം ചെന്നെത്തുന്ന ഇവിടത്തേക്കാൾ സൗഭാഗ്യപരമായ ഒരിടം, മറ്റു ചില മതങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഇവിടെ കിട്ടാത്ത, ഇല്ലെങ്കിൽ ഇവിടെ ത്യജിച്ച, ഇവിടെ വേണ്ടെന്ന് വെക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നിടം എന്ന രീതിയിലൊന്നും ഒരിക്കലും കത്തോലിക്ക സഭ സ്വർഗത്തെ അവതരിപ്പിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ
സ്വർഗത്തെ, നിത്യതയെ എങ്ങനെ വായിച്ചെടുക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ശരീരം വിട്ടുപേക്ഷിച്ച് കഴിയുമ്പോൾ സ്ഥലകാല പരിമിതികൾക്കപ്പുറത്തേക്കൊരു ആത്മാവ് പ്രവേശിക്കുമ്പോൾ അയാൾക്ക് പിന്നെ കാലത്തിന്റെ പരിധിയില്ല, സ്ഥലത്തിന്റെ പരിധിയില്ല എന്ന് പറയുന്നതാണ് നിത്യത. ഇതിന്റെ മനോഹാരിത എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തോടൊപ്പമായിരിക്കുന്നത് തന്നെയാണ്. ദൈവം വസിക്കുന്ന ഇടത്തെ വിളിക്കുന്ന പേരാണ് സ്വർഗം. നമ്മൾ പറയുന്നു, നമ്മളിങ്ങനെ ഈശോ മനുഷ്യാവതാരം ചെയ്ത് വരുമ്പോൾ ബത്ലഹേമിലെ ആ കാര്യത്തൊഴുത്ത് സ്വർഗമായി മാറി. നമ്മൾ ഇന്നും നമ്മുടെ പള്ളി സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ്. എ സ്ലൈസ് ഓഫ് ഹെവൻ ഇൻ എർത്ത്, ദാറ്റ് ഇസ് ചർച്ച്. ഒരു കഷ്ണം, ഒരു ചീള് മുറിച്ചെടുത്ത് ഭൂമിയിൽ വെച്ച് തന്നിരിക്കുന്നതാണ് പള്ളി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള ഒരു പള്ളി എന്തെന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിന്റെ ഒരു കഷ്ണം മുറിച്ച് നമുക്ക് നമ്മളായിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ നമുക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ മുറിച്ച് വെച്ച് തന്നിരിക്കുകയാണ്. കാരണം ഈശോ, ദൈവം അതിനകത്ത് താമസിക്കുന്നുണ്ട്. ദൈവം താമസിക്കുന്ന ഇടത്തെ വിളിക്കുന്ന പേരാണ് സ്വർഗം. നമ്മൾ ചെന്നെത്തുന്ന സൗഭാഗ്യങ്ങളുടെ ഇടമെന്നുള്ള രീതിയിലാണ് നമ്മൾ സ്വർഗത്തെ കാണുന്നത്. ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിന്റെ വീടൊരു സ്വർഗമാകട്ടെ. കാരണം നിന്നോടൊപ്പം ദൈവം ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വീടൊരു സ്വർഗമായി മാറും. ദൈവത്തിന് താമസിക്കാൻ പറ്റാത്ത പരുവത്തിന് അവിടെ വഴക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നരകമായി മാറും. അപ്പൊ ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന ഇടം നമ്മൾ ഒരുക്കുന്നുണ്ടോ, അപ്പോൾ ദൈവം വന്ന് വസിക്കും, അത് സ്വർഗമായി മാറും. ഈ ഒത്തുവാസത്തെ വിളിക്കുന്ന പേരാണ് സ്വർഗം. സ്വർഗം എന്ന് പറയുന്നതിൽ ഇടം എന്നതിനേക്കാൾ ഉപരി അതൊരു അവസ്ഥയാണ്. ആ ഒത്തുവാസത്തിന്റെ അവസ്ഥയാണ്. നമ്മൾ ശുദ്ധീകരണത്തെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശുദ്ധീകരണ അവസ്ഥയാണത്. ശുദ്ധീകരണ സ്ഥലം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ആത്മാവ് സ്വർഗത്തിലെത്തുന്നതിനു വേണ്ടി ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ആ ആത്മാവിന്റെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം. എന്ന് പറഞ്ഞ പോലെ ഈ ആത്മാവ് ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സ്വർഗം. നമ്മൾ മനസ്സുകൊണ്ട്, നിലപാടുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, മൂല്യങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തോടൊപ്പം ആണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ ആ സുവിശേഷം വീണ്ടും 14:2 നമ്മൾ ആ മുറി ഒരുക്കാൻ പോകുന്ന, സ്ഥലം ഒരുക്കാൻ പോകുന്ന ഭാഗം വായിക്കുന്നത്. 14:6 തോമാസിനോട് പറഞ്ഞ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്. യഥാർത്ഥത്തിൽ ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാനാണ് വഴിയും സത്യവും ജീവനും. സ്വർഗം ക്രിസ്തു എന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന്റെ പേരാണ്. ക്രിസ്തു എന്ന സത്യത്തിന് ഒപ്പം നിൽക്കുന്നതിന്റെ പേരാണ് സ്വർഗം. ക്രിസ്തുവിൽ ജീവൻ കണ്ടെത്തുന്നതിന്റെ പേരാണ് സ്വർഗം. ഇപ്പൊ സ്വർഗം എന്താന്ന് ചോദിക്കുന്നതിന്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാനെന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നീ സ്വർഗത്തിലാണ് ഈ ഭൂമിയിൽ. ഞാനെന്ന സത്യത്തോടൊപ്പം നീ നിൽക്കുമ്പോൾ നീ സ്വർഗം കണ്ടെത്തിയിരിക്കുന്നു. എന്നിൽ നീ ജീവൻ കണ്ടെത്തി, എന്നിൽ നീ സന്തോഷം കണ്ടെത്തി. ജീവൻ എന്ന് പറയുമ്പോൾ ആ ലൈവ്ലിനെസ് എന്നുള്ള സന്തോഷം കണ്ടെത്തുമ്പോൾ നീ സ്വർഗത്തിലായിരിക്കുന്നു. ഇത് ഈ ഭൂമിയിൽ നിനക്ക് നേടാൻ സാധിച്ചാൽ മരണാനന്തരം നീ ഇത് ആസ്വദിക്കും, നീ എന്നോടൊപ്പം ആയിരിക്കും, നീ നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് സ്വർഗം. ഇതാണ് നമ്മൾ സ്വർഗത്തെ വായിച്ചെടുക്കേണ്ടത്. വഴിയും സത്യവും ജീവൻ. ക്രിസ്തു കാണിച്ചു തന്നൊരു വഴിയുണ്ട്, ക്രിസ്തുവിന്റെ മൂല്യങ്ങളുടെ വഴിയുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചു, ഞാൻ കൂദാശകൾ ചടങ്ങ് പോലെ അനുഷ്ഠിച്ച് തീർത്തു, പ്രാർത്ഥനകൾ ചൊല്ലി തീർത്തു, എന്നിട്ടൊരു ക്രിസ്ത്യാനിയുടെ വേഷഭൂഷാദികളോടുകൂടി ക്രിസ്ത്യാനിയുടെ ആചാരങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് വെച്ച് ഒരാൾ സ്വർഗത്തിൽ പോകുന്നില്ല. ഈ സ്വർഗത്ത് പോകണമെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച മൂല്യങ്ങൾ, ക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങൾ, ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ, ക്രിസ്തുവിന്റെ ചിന്തകൾ, ആ വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ക്രിസ്തുവിലാണ്. അയാൾ ക്രിസ്തു വഴിയിലാണ്, അയാൾ സ്വർഗത്തിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓർക്കേണ്ടത്, ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് അസീസിന്റെ ഫ്രാൻസിസ് തെരുവീതികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഭിക്ഷാടകനെ പോലെ അലയുകയാണ്. അയാളെ നോക്കി ജനം അവഹേളിക്കുന്നു, അയാളെങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്, ഭോഷനെന്നും ഭ്രാന്തനെന്നും വിളിക്കുന്നുണ്ട്, അയാളെ കല്ലെറിയുന്നുണ്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗമാണ്. കാരണം അയാൾ ക്രിസ്തു എന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അത് സ്വർഗമാണ്. ഒരാൾ നീതിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, തോമസ് മോറിന്റെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തോടൊപ്പം നിലകൊള്ളുന്നു, അയാളുടെ കഴുത്തറുക്കപ്പെടുകയാണ്. പക്ഷെ ആ കഴുത്തറുക്കുന്ന അവസ്ഥയും അയാൾക്ക് സ്വർഗമാണ്. മദർ തെരേസ തെരുവീതികളിലൂടെ നടന്നു പോകുന്നു, ആ ജീവനറ്റു പോകാറായിരിക്കുന്ന മനുഷ്യരിൽ ക്രിസ്തുവിനെ കാണുന്നു.
അവരോടൊപ്പമായിരിക്കുന്നു. അവരുടെ ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളിൽ തൊട്ടവരെ അത് ശുശ്രൂഷിക്കാൻ ശ്രമിക്കുന്നു. ആ മുറിവുകൾ വെച്ച് കെട്ടുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നരകമാണ്. അങ്ങനെ ഒരു ഡ്യൂട്ടി നമ്മളെ നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, നരകം കണക്ക് നമ്മൾ ചിന്തിക്കും. പക്ഷേ മദർ തെരേസ അവിടെ സ്വർഗം കണ്ടെത്തി. മദർ തെരേസയ്ക്ക് അത് സ്വർഗമാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി ആ വഴിയിൽ സ്വർഗം കണ്ടെത്തി. തോമസ് മൂർ ആ സത്യത്തിനോടൊപ്പം നിൽക്കുന്നവര് സ്വർഗം കണ്ടെത്തി. സ്നാപിയോനൊക്കെ നമുക്ക് ചിന്തിക്കാൻ. അതുപോലെ മദർ തെരേസ ആ ജീവൻ നൽകുന്നതിലും ജീവൻ കണ്ടെത്തുന്നതിലും സ്വർഗം കണ്ടെത്തി. ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം, പെർ ഇപ്സും എത് cum ipso et in ipso എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തു എന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നുണ്ട്. ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തു എന്ന സത്യത്തോടൊപ്പം നീ നിലകൊള്ളുന്നു. ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞ സത്യത്തോടൊപ്പം നീ നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിൽ തന്നെ, ഇൻ ഹിം, നീ ജീവൻ കണ്ടെത്തിയിട്ടുണ്ടോ? നീ ജീവൻ കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പൊ ഈ ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ എന്ന് പറയുന്നത് ക്രിസ്തുവെന്ന വഴിയിലൂടെ, ക്രിസ്തുവെന്ന സത്യത്തോടുകൂടെ, ക്രിസ്തുവിലെ ജീവനിൽ തന്നെ നീ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് സ്വർഗം. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗം കണ്ടെത്താൻ സാധിക്കും. നമ്മളിങ്ങനെ വലിയ ക്രിസ്ത്യാനിയാണെന്ന് ലോകത്തോട് തെളിയിക്കാനുള്ള തത്രപ്പാടുകൾ കാണിച്ചിട്ട് ഉള്ളുകൊണ്ട് സത്യത്തോട് ചേർന്ന് നിൽക്കാതെയുള്ള ജീവിതം നയിക്കുകയാണ്. സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ എതിർത്ത് നിൽക്കുകയാണ്. നമ്മൾ അടുത്ത ആഴ്ച പരിശുദ്ധാത്മാവിന്റെ ദിനം, പെന്തക്കോസ്താ ദിനം ആചരിക്കുക. അപ്പോൾ പെന്തക്കോസ്താലേക്ക് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പാപമാണ് സത്യമാണെന്ന് അറിഞ്ഞതിനെ എതിർത്ത് നിൽക്കുക. ഇതൊക്കെയാണ് സത്യാവസ്ഥയെന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയാം. പക്ഷെ ഈ സത്യാവസ്ഥകളെ ഞാൻ മൂടിക്കളയുന്നു. എന്നിട്ട് വേറൊരു കള്ളം ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്നു. മനുഷ്യരെ മുഴുവൻ വേറൊരു കള്ളം ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ കള്ളം പ്രചരിപ്പിക്കാൻ ഒരു സംഘത്തെ ഞാൻ രൂപീകരിക്കുന്നു. എന്നിട്ട് ഈ കള്ളം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനാണ് ഈശോ ഹിപ്പോക്രസി എന്ന് പറയുന്നത്, കാപട്യം എന്ന് പറയുന്നത്. യേശു ഏറ്റവും കൂടുതൽ വെറുക്കുകയും വിമർശിക്കുകയും ചെയ്ത തിന്മ ഏതെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിലെ ഹിപ്പോക്രസിയാണ്, കാപട്യമാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സത്യത്തെ കൃത്യമായും അറിയാമാണ്, ഇതൊക്കെയാ സത്യം എന്ന് അറിയാമായിരുന്നിട്ട് ഇതിനെ എതിർത്ത് നിൽക്കുക. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ അധികാരങ്ങൾ പിടിച്ചു വെക്കുന്നതിന് വേണ്ടി, എനിക്ക് വീണ്ടും പണം ഉണ്ടാക്കാൻ വേണ്ടി, എനിക്ക് വീണ്ടും പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ സത്യത്തെ കുഴിച്ചു മൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഞാൻ സ്വർഗത്തിലല്ല നരകത്തിലാണ്. കാരണം ഐ ആം നോട്ട് വിത്ത് ദ ട്രൂത്ത്, നോട്ട് വിത്ത് ജീസസ്. ഞാൻ ക്രിസ്തുവിനോടൊപ്പം അല്ല, സത്യത്തോടൊപ്പം അല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വ്യക്തമായും ഈ 3 വാക്കുകളിൽ എന്താണ് സ്വർഗമെന്ന് ഈശോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. ക്രിസ്തു പറയുകയാണ്, നീ എന്നിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ നീ ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കും, പക്ഷെ അത് നിനക്ക് സ്വർഗമാണ്. നീ അത് ആസ്വദിക്കും. ഞാനെന്ന വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നത് നീ ആസ്വദിക്കും. അതാണ് നിന്റെ സ്വർഗം. ഈ അതുപോലെ തന്നെ സത്യവും ജീവനും നമ്മൾ ഓർക്കേണ്ടത്, ആ നല്ല കള്ളൻ എന്ന് പറയുന്നത്, വലതുവശത്ത് കിടക്കുന്ന കള്ളൻ ഈശ്വരൻ പറയുന്നുണ്ട്, നീ അങ്ങ് പർദീസയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോ പറയുന്ന മറുപടി എന്താണ്? ഈശോ പറയുന്ന മറുപടി ഇതാണ്, തീർച്ചയായും നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും. അതായത് പർദീസ എന്ന് പറയപ്പെടുന്ന സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലമല്ല പ്രധാനം, എന്നോട് കൂടെ ആയിരിക്കുമ്പോൾ നീ പർദീസയിലായിരിക്കും. യു ആർ ഇൻ ഹെവൻ, നീ സ്വർഗത്തിലാണ്. ഇതാണ് ഈശോ പറയുന്ന മറുപടി. വളരെ മനോഹരമായിട്ട് അത് ഈശോ അവതരിപ്പിക്കുന്നത്. നീ എന്നോട് കൂടെയാണോ? നീ സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലെ സ്വർഗത്തില, മരിച്ചു കഴിയുമ്പോൾ നീ സ്വർഗത്തിലല്ല. നീ എന്നോടുകൂടെ അല്ലേ? ഈ ഭൂമി നിനക്ക് നരകവാ, മരിച്ചു കഴിയുമ്പോൾ നിനക്ക് നരകവാ. വ്യക്തമാക്കി തരിക യേശു. അപ്പം അതൊരവസ്ഥയാണ്, ദൈവത്തോടൊപ്പമായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ. കാരണം ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗമെങ്കിൽ ഞാൻ ദൈവത്തോടു കൂടെയാണ് എന്ന് ഉറപ്പിച്ചാൽ ആ സമയത്തെയും ആ സാഹചര്യങ്ങളെയും ആ നിലപാടുകളെയും ആ ഇടപെടലുകളെയും ആ ജീവിത ശൈലിയെയും വിളിക്കുന്ന പേരാണ് സ്വർഗം. അപ്പൊ സ്വർഗാരോഹണ തിരുനാളിൽ നമ്മൾ സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും മനോഹരമായ ഈശോയുടെ ഈ യേശു പിതാവിലേക്കുള്ള വഴി എന്ന ടൈറ്റിലോട് കൂടിയുള്ള 14-ാം അധ്യായം, യോഹന്നാൻ 14-ാം അധ്യായത്തിൽ ഈശോ പറയുന്ന 6-ാമത്തെ വാക്യം, 14:6 ഈശോ പറയുന്ന കാര്യമാണ്, per ipsum et cum ipso et in ipso, through him, with him, in him. Through him in that way, with him who is the truth, and in him who is the life. വ്യക്തമാണ്.
ആ ക്രിസ്തുവിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിനൊപ്പം നിന്ന് ക്രിസ്തുവിൽ ജീവനും ജീവന്റെ സന്തോഷവും കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാം. സ്നാപയോനെ കുറിച്ച് ഈശോ പറയുന്ന ആ കമന്റ് കൂടി ഒന്ന് ചേർത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. സ്വർഗരാജ്യം ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ബലമുള്ളവൻ അത് കരസ്ഥമാക്കും. എന്താണ് ഈ ബലം? ഈ വഴി നടക്കുക, സത്യത്തിനൊപ്പം നിൽക്കുക, ജീവൻ കണ്ടെത്തുക, ഇതാണ് ബലം. ഈ ബലം നമുക്കും പ്രാപിക്കാം. ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ള സ്വർഗരാജ്യം കരസ്ഥമാക്കി ബലവാനോടൊപ്പം നമുക്കുമായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.